അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ റോഡ് ടു 5K ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് സബ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴാണ് കുറച്ച് ഇന്നലെ ലൈവിലായാലും അല്ലാണ്ടായാലും കമന്റ് ചെയ്തായിരുന്നു ഗൈസ്. ഇനിയിപ്പം നമ്മുടെ നാളത്തെ അപ്ഡേറ്റ് വരാൻ പോവാണ്. അതുപോലെ തന്നെ പ്ലെയർ എക്സ്ചേഞ്ച്, റുമിനിങ്ങിന്റെ കാർഡ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് നാളെ ഞാൻ ഈ ഒരു 10 മണി അതിന് മുമ്പായിട്ട് 10 മണിയാകുമ്പോൾ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ നാളെ നമുക്ക് ഉറപ്പായിട്ട് ലൈവ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ചൊരു കമന്റ് ചെയ്തിരുന്നു MSN നമ്മുടെ നെയ്മർ കാർഡിന് എടുക്കുന്ന ഒരു ട്രിക്കോ അതുപോലെ തന്നെ നമ്മുടെ ബഫറിന് എടുക്കുന്ന ഒരു ട്രിക്കോ. അപ്പം ഞാൻ 2 വീഡിയോയും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി. കാരണം ഓൾറെഡി വേറെ ഒന്നുമല്ല, 2 വീഡിയോ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ട് ഓൾറെഡി ഒന്നിച്ചാക്കി ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ സീറോ റേറ്റഡ് പ്ലേയേഴ്സിനെ എങ്ങനെ ആക്കും എന്നുള്ളൊരു വീഡിയോ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ മിക്സഡ് ആയിട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് നിങ്ങളിത് ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈ അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈ തേർഡ് ട്രൈ ഉറപ്പായിട്ടും കിട്ടും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സുവാരസിന് വെറും 100 കോയിനിൽ എടുത്ത്. അതായത് ഇപ്പോൾ 100 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതായത് ഗൈസ് അന്ന് തന്നെ നിങ്ങൾ എന്താ വേണം, 100 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 200 അപ്പം തന്നെ അടിക്കണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പോൾ പ്രൊബിലിറ്റി മാറിപ്പോയിട്ട് ചിലപ്പോൾ അടിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയാണ് പറ്റിയത്. അങ്ങനെയാണ് എനിക്ക് ഡെന്നിസ് ലെവനെ കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ എന്താ പറയുക ഗെയിം പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ കിട്ടുന്ന ഡാനി പുള്ളിനെ ഇട്ടാൽ മതി. 4-3-3 ആണ് ഇട്ടേക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 3 പൊസിഷൻ ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാർസലോണയാണ് നമ്മുടെ ബേസ് ടീം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. ഓക്കെ, മാക്സിമം നിങ്ങൾ സീറോ റേറ്റഡ് പ്ലേയേഴ്സ് ആക്കുക കേട്ടോ ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ ആക്കേണ്ടതെന്ന് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒരു റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊന്ന് കറങ്ങുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ സീറോ റേറ്റഡ് ആക്കിയതിന് ശേഷം ജസ്റ്റ് പറയാമെന്ന് വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യട്ടെ. നമ്മുടെ നാളത്തെ അപ്ഡേറ്റിൽ ഏകദേശം നല്ലൊരു അപ്ഡേറ്റ് ആണ് എന്നാ കേട്ട ഗൈസ്. എന്താ പറയാ, മെസ്സിന്റെ കുറച്ച് ഫ്രീ കാർഡ് വരുന്നുണ്ട്, അതാണ് ഗൈസ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഗൈസ് സോട്ടിൽ ഇപ്പം നിങ്ങളുടെ ഇവിടെ ചിലപ്പോൾ നല്ല റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരിക്കും ഇടയ്ക്ക്, എംബാപ്പയൊക്കെ ലെവൻഡോസ്കി ഒക്കെ മെസ്സിയൊക്കെ ആയിരിക്കും. അപ്പോൾ സോട്ട് ചെയ്ത് നിങ്ങൾ എന്താക്കി ഇവിടെ പൊസിഷൻ ഞെക്കിയിട്ട് ഇവിടെ കണ്ടോ ഒരു ആരോ ഡൗൺ, അത് ഞെക്കിയാൽ മതി. അത് കഴിയുമ്പോൾ ഇതേപോലെ പ്ലേയേഴ്സ് വരും. എന്താ പറയാ, അതിലും താഴെയുള്ളവർ വരും. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനത് പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ ഉറപ്പായിട്ട് എന്താ പറയാ, ഉറപ്പായിട്ട് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കാരണം ഓൾറെഡി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ആദ്യം എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ MSN പാക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം MSN ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 20-21 മണിക്കൂറും കൂടെ ഉള്ളൂ. നാളെ ഏകദേശം അപ്ഡേറ്റ് ആകുമ്പോഴത്തേന് ഇന്നൊരൊറ്റ ദിവസം ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, ഉറപ്പായിട്ടും നല്ല കോയിനുള്ളവർ ഉറപ്പായിട്ട് ചെയ്തു നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, എന്താ പറയുക, ഓൾറെഡി എനിക്കിപ്പോൾ സുവാരസിനെ കിട്ടിയതാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തൊക്കെ മെസ്സിനെ എടുത്തു, നെക്സ്റ്റ് നെയ്മറിനെ എടുത്തു, പിന്നെ സുവാരസിനെ എടുത്ത് റൊട്ടേറ്റ് ചെയ്തു ബാക്ക് പോകണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ റൊട്ടേറ്റ് ബട്ടൺ 6 വട്ടം അമർത്തുകയാണ്. ജസ്റ്റ് 6 വട്ടം അമർത്തുക, വേറെ ഒരു കാർഡും തൊടേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ബാക്കോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, അതിനുശേഷം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഗൈസ് നമ്മുടെ എന്താ പറയുക ആവുന്നുള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഇല്ല, ഡീറ്റെയിൽസിന് അവിടെ നിൽക്കുന്നു. ജസ്റ്റ് അതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നു. അതിനുശേഷം 100 കോയിൻ 2 വട്ടം കളഞ്ഞ് 3ാമത്തെ വട്ടം നമ്മൾ അടിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ 3ാമത്തെ വട്ടം നമ്മൾ അടിക്കാൻ പോകണം ഗൈസ്. ഉറപ്പായിട്ട് രാവിലെ തന്നെ തരുമെന്ന് വിശ്വാസമുണ്ട്. കാരണം ഇതേ ഒരു ട്രിക്കാണ് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് 14K കിട്ടിയതൊരു വീഡിയോ, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതുപോലെ ചെയ്ത് അതേ വീഡിയോ തന്നെയാണ് ഇത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നോക്കാം. ചിലപ്പോൾ സെക്കൻഡ് ട്രയലായിരിക്കും ഗൈസ് കിട്ടുന്നത്. അപ്പോൾ നോക്കി നോക്കാം, ഇറ്റ്സ് ബേസ് ഗാർഡ് ഗൈസ്. അപ്പോൾ ഇത് ബേസ് ആണ്, കുഴപ്പമില്ല. ഇതിന് ചിലപ്പോൾ 2ാമത്തെ ട്രയൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്താ, ഞാൻ നാളെ അപ്ഡേറ്റിന് ഏതാ പാക്ക് വരികയെന്ന് അറിയില്ല. അപ്പം അത് എടുക്കാൻ വേണ്ടിയാണ് കോയിൻ വെച്ചേക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാനി എന്ന് പറഞ്ഞൊരു പ്ലെയറിനാണ് ഇട്ടേ, അത് കുഴപ്പമില്ല ഗൈസ്. അപ്പം എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 300 കോയിൻ അതിൻ്റെ അപ്പുറം പോകേണ്ടതില്ല, 1-2-200 കോയിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ബഫറിന്റെ ഒരു പാക്ക് എടുക്കാൻ പോകണം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന 4-4 ആണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ക്രിസ്റ്റോ വാൽബോനെ ഇവിടെ മാനേജർ ആക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. കാരണം ഓൾറെഡി ഞാൻ ഡാനിയലിനെ അല്ല, പിന്നെ AC മിലാൻ ആണ് ഇവിടെ ടീം ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിനുശേഷം ഞാൻ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്, GK പിന്നെ അവരും. അതിനുശേഷം ഗൈസ് അതാ നമ്മുടെ ഫസ്റ്റ് ട്രൈ നടത്താൻ പോവാണ് നമ്മുടെ ബഫണെ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ബട്ടൺ ബഫർ ഉണ്ട്, പിന്നെ നമ്മൾ സിഡോൾഫ് ഉണ്ട്, അംബ്രോസിനി ഉണ്ട്. അപ്പം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, വേറൊരു പ്ലേസിനെ തുടർന്ന് ഗൈസ് നമ്മുടെ ഇതേപോലെ ചെയ്താൽ മതി. റൊട്ടേറ്റ് ചെയ്യും ജസ്റ്റ്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാക്ക് വരുന്നു. ബാക്ക് വന്നതിന് ശേഷം ഗൈസ് നമ്മളിതാ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സാധാരണ പോലെ ആക്ഷൻ ചെയ്യുന്നു ഗൈസ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഞാൻ എന്താ പറയുക അതേ പാക്കിൽ എത്തിച്ചത്.
അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ട്രൈ എടുക്കാൻ പോകണം ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആയാലും ഈ ഒരു ട്രിക്ക് കൊണ്ട് കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങളും അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു 300-200 മതി ഗൈസ്. അപ്പോൾ ഇന്നലെ ഒരു ബ്രോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഈ ഒരു ട്രിക്കും കൂടെ ചെയ്യാന്ന് വെച്ചാൽ. മൂന്നാമത്തെ ട്രൈ നിങ്ങൾ ഇതേപോലെ കൊടുക്കുക ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം വേറെ അറിയാലോ കുറെ പേരൊക്കെ 1000-2000 കോയിനൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും MSN പാക്കാണ്, ബഫറിന്റെ പാക്കാണ്. അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയുക ഗൈസ്, ബേസ് ആണ്. ഞാനിത് കഴിഞ്ഞ ദിവസം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതിലും ബേസ് കാർഡാണ് കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ചിലപ്പോൾ രണ്ടാമത്തെ ട്രൈയിലായിരിക്കും നമുക്ക് എപ്പിക് അടിക്കുക. ചിലവർക്ക് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടിയവരുണ്ട്. കാരണം നിങ്ങൾ കമന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്കൊരു 7-8ഓളം പേർക്ക് ഒറ്റയടിക്ക് 100 ട്രൈയിൽ തന്നെ കിട്ടിയവരുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചിലവരുണ്ടാവും ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കുറേ, അതായത് 2000-2500 ചിലപ്പോൾ ഒരു 8000 കോയിനൊക്കെ ഇട്ടിട്ടും എപ്പിക്ക് കിട്ടാത്തവരൊക്കെ ഉണ്ട്. എന്താ പറയുക ഫുള്ള് 900 അടിച്ചിട്ടും ചിലപ്പോൾ ഒരു എപ്പിക്കൊക്കെ ആയിരിക്കും 8000 കോയിൻ കിട്ടുക. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ജസ്റ്റ് 200 കോയിന് ചിലപ്പോൾ എല്ലാ എപ്പിക്കല്ല ജസ്റ്റ് 200 കോയിന് ചിലപ്പം എപ്പിക്ക് കിട്ടുന്ന ഇതുണ്ടാവും ഗൈസ്. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് 100 കോയിന് നമ്മുടെ സുവാരസിനെ കിട്ടിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് എന്താ പറയുക, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണാനാണ് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ റോഡ് ടു 5K ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ നാളത്തെ ലൈവിൽ. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മൾ അപ്ഡേറ്റ് ലൈവ് മെയിൻ്റെനൻസ് ലൈവ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ എന്തായാലും സെറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക. കാരണം ഓൾറെഡി ഞാൻ 10 മണി, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ ഗൈസ്. ഞാൻ 10 മണിയാകുമ്പോൾ വെക്കാമെന്നാണ് വിചാരിക്കുന്ന ലൈവ്. കാരണം ഓൾറെഡി 7:30-ക്കാണ് തുടങ്ങുന്നത്. പിന്നെന്താ പറയുക, കുറേ പ്രതീക്ഷകളുണ്ട്. നാളെ ലാഗും കാര്യങ്ങളായാലും പ്ലെയർ എക്സ്ചേഞ്ചിൻ്റെ കാര്യം അത് കുറേ പേര് പറഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് നാളത്തെ അതുപോലെ തന്നെ രാത്രി എല്ലാ ദിവസവും 8 മണിക്കാണ് നമ്മൾ ലൈവ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലൈവ് കാണുന്നതായിരിക്കും. നാളെ മറ്റൊരു വീഡിയോ നാളെ മെയിൻ്റെനൻസ് അപ്ഡേറ്റ് ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.